മധു മുല്ലശ്ശേരിയുടെ മാറ്റത്തെ ഞാൻ കാണുന്നത് ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് തന്നെയാണ് CPM അതിനെ സമീപിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. അതിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മധു മുല്ലശ്ശേരി CPMന് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിലോ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലോ വലിയ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 648 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വി ജോയിക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടത്, അഥവാ അടൂർ പ്രകാശ് വിജയിക്കുന്നത്. അവിടെ വി മുരളീധരൻ 2 മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. ഒന്ന് കാട്ടാക്കടയിലും മറ്റൊന്ന് ആറ്റിങ്ങലിലും. അവിടെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമായിരുന്നു UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും. എന്നാൽ ഈ മധു മുല്ലശ്ശേരി പോയ ചിറയൻകീഴ് ലീഡ് ചെയ്തത് അടൂർ പ്രകാശാണ്. വർക്കലയിൽ മാത്രമാണ് വി ജോയിക്ക് ഏതെങ്കിലും തരത്തിൽ ലീഡ് നേടാൻ സാധിച്ചത്. അപ്പോൾ ചിറയൻകീഴ് BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയല്ല. പക്ഷേ അതേസമയം RSSന് ചിറയൻകീഴ് ക്ഷേത്രത്തിലടക്കം അവിടെ ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. RSSന് അവിടെ വേരുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പെർസ്പെക്റ്റീവിൽ മധു മുല്ലശ്ശേരിയുടെ മാറ്റം CPMനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എന്നാൽ അതിൽ ഗൗരവമേറിയൊരു വിഷയമാണ്. ആത്യന്തികമായി പാർട്ടി ഇത് പരിശോധിക്കണം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും CPMൻ്റെ 42 വർഷം അംഗമാവുകയും 8 വർഷം ലോക്കൽ സെക്രട്ടറി ആയിരിക്കുകയും 6 വർഷം ഏരിയ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാരോപിച്ച് 24 മണിക്കൂറിന് മുമ്പ് BJPയിലേക്ക് പോകാനൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഇന്ത്യയിൽ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നയമെന്ന് പറയുന്നത് ഒരേ സമയം ദേശീയ ബൂർഷ്വാസികളെ എതിർക്കുകയും അതേസമയം വർഗീയ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയുമാണ്. ഒരു ഘട്ടമാകുമ്പോൾ BJP അധികാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ CPM വളരെ വ്യക്തമായി ആശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ പറഞ്ഞു, പ്രഥമ ശത്രു വർഗീയതയാണ്, രണ്ടാമതാണ് ദേശീയ ബൂർഷ്വാസി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ CPM കോൺഗ്രസുമായി UPA കാലഘട്ടത്തിലടക്കം സഖ്യം ചേരാൻ തീരുമാനിക്കുന്നത് വർഗീയതയെ അകറ്റി നിർത്തുക എന്ന ആശയമാണ്. അപ്പോൾ ഒരു CPMകാരനാവുക എന്നാൽ സീറോ ടോളറൻസ് ടു കമ്മ്യൂണലിസം, അഥവാ വർഗീയതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക എന്ന നിലപാടാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരും അണികളും ഉള്ളിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ ആശയപരമായ അടിത്തറ. അതിനുശേഷമാണ് നിങ്ങൾ ലിബറൽ ആവണമോ, നിങ്ങളൊരു മുതലാളിത്ത പ്രോഡക്റ്റ് വേണമോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിങ്ങൾ നോക്കിയാൽ അവരിൽ ഏറെക്കുറെ വലതുപക്ഷ വ്യതിയാനമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും അവർക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് മുതലാളിത്ത ആശയങ്ങളിൽ അവർ വളരെ പെട്ടെന്ന് പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും വലതുപക്ഷ വ്യതിയാനമായി കണ്ടിരുന്നത്. എന്നാൽ വർഗീയ കക്ഷികളുമായി കൂട്ടുചേരാനും പ്രത്യേകിച്ച് BJPയിലേക്ക്, ഹിന്ദുത്വ ആശയത്തിലേക്ക് 42 വർഷം CPMൻ്റെ ആശയ അടിത്തറയിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയ സെക്രട്ടറി അടക്കം മാറുക എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റമോർഫോസിൻ്റെ, ആ പാർട്ടിയിലെ നേതൃനിരയിലും അണികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റത്തിൻ്റെ അപകടകരമായ സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടി നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര നിലപാടുള്ളവർ പാർട്ടിയിൽ ദുർലഭമാവുകയും അവർ ഒരേ സമയം തന്നെ മുതലാളിത്ത ആശയങ്ങളുടെ പിന്നാലെ വഴിയൊരുക്കുകയും സംസ്ഥാനത്ത് തന്നെ മുതലാളിത്ത വികസനം എന്നതുകൊണ്ട് മാത്രമേ സംസ്ഥാനവും രാജ്യവും രക്ഷപ്പെടുകയുള്ളൂ എന്ന വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ CPM ഇതിനകം തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ തളയ്ക്കപ്പെട്ടിരിക്കുന്നൊരു പാർട്ടി ആകെ സ്വീകരിച്ചിരിക്കുന്നൊരു നിലപാട് ഈ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുക എന്നതാണ്. നോക്കൂ, ഇതേ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഇതേ മധു മുല്ലശ്ശേരിയാണ് ഏക സിവിൽ കോഡിനെതിരെ രംഗത്ത് സമരം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതേ മധു മുല്ലശ്ശേരിയാണ് ബാബറി മസ്ജിദ് പൊളിച്ചതും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെയും ഭാഗമായി പൊതുമധ്യത്തിൽ ജനങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. അതേ മധു മുല്ലശ്ശേരി എന്ന ഏരിയ സെക്രട്ടറി ഇന്ന് അതിനൊക്കെ കാരണക്കാരനായ ഒരു പാർട്ടിയുടെ അംഗമാകാൻ വേണ്ടി തീരുമാനിച്ച് നാളെ മാലയിട്ട് താമര അടയാളത്തിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പോൾ അത് ഇത്രയും നാൾ ഇയാൾ പുലർത്തിയിരുന്ന പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഒരു സത്യസന്ധത അത് അയാൾക്കുണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ടാകും. അയാൾ പ്രത്യയശാസ്ത്രപരമായി ഒരു കപട ആശയധാരി ആയിരുന്നു എന്ന് പോലും വിലയിരുത്തിയാൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ഹിന്ദുത്വ ആശയത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. അത്
ഒന്നുകിൽ അയാൾ മാർക്സിസ്റ്റ് ആശയത്തെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തെ അതൊരു സാമൂഹിക രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ആശയം എന്ന നിലയിൽ അവിടെ നിൽക്കട്ടെ, കാരണം അത് പാർട്ടി എത്രയോ കാലം മുമ്പ് തന്നെ കൈയൊഴിഞ്ഞതാണ്. പക്ഷേ ഒരു സാമൂഹിക രാഷ്ട്രീയ ആശയം എന്ന നിലയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ടു കമ്മ്യൂണലിസം എന്നുള്ളതാണ്. വർഗീയതയ്ക്ക് സന്ധിയില്ലാത്ത വിധം നിലപാടെടുക്കുക എന്നുള്ളതാണ്. അവിടെ മധു മുല്ലശ്ശേരിയെ പോലുള്ളൊരു ഏരിയ സെക്രട്ടറി വളരെ പെട്ടെന്ന് BJP ക്യാമ്പിലേക്ക് പോകുന്നു എന്നുള്ളത് ആശയപരമായൊരു മാറ്റമല്ല, അത് കൃത്യമായും ആമാശയപരമായ മാറ്റമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ മധു മുല്ലശ്ശേരി ഇന്ന് രാവിലെ ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിച്ചത് കൗതുകകരമായിട്ടാണ്. അതിലൊരു ചോദ്യം ഞാൻ ചോദിച്ചത്, അങ്ങ് എതിർത്ത വിഷയങ്ങളിൽ ഇനി അങ്ങേക്ക് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ പറയുന്നത്, എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയി സാഹചര്യം. എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ മറ്റൊരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്താണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ജനവിധി ശക്തമായൊരു പ്രതിപക്ഷത്തെ സമ്മാനിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. അവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ ശക്തമായൊരു ഇന്ത്യ മുന്നണിയെ നിങ്ങൾക്ക് പാർലമെൻറ്റിൽ കാണാം. അപ്പോൾ രാജ്യത്ത് അങ്ങനെയൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടില്ല. മോദിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നുള്ളത് വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ രാജ്യത്തൊരു മാറ്റം സംഭവിച്ചതായി നമുക്കറിയില്ല. കേരളത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിലും ആ രീതിയിൽ BJP ഒരു വലിയ ആകർഷണീയമായൊരു ആശയം മുന്നോട്ട് വെച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇലക്ടറൽ വോട്ടിൻ്റെ കാര്യത്തിൽ വർധനവുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, കേരളത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പാർട്ടി വിടേണ്ട അല്ലെങ്കിൽ BJPയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ആശയപരമോ നേതൃപരമോ ആയിട്ടുള്ള ഒരു ആകർഷണീയതയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വി ജോയ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിക്കെതിരെ തനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ വിയോജിപ്പുകൾ BJPയിലേക്കുള്ള വഴിയായി വെളിച്ചമായി അദ്ദേഹം കാണുകയും ആ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അയാൾ കയറിപ്പോയി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഒരു നേതാവ് BJP തിരഞ്ഞെടുത്തത് കോൺഗ്രസ് തിരഞ്ഞെടുക്കാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ട് കാരണങ്ങളാവാം. ഒന്ന്, കോൺഗ്രസിലേക്ക് പോയാൽ ഏതു നേതാവിൻ്റെ പക്ഷം നിൽക്കണം, BJPയിലേക്ക് പോയാൽ നേതാവിൻ്റെ പക്ഷമൊക്കെ കേരളത്തിലുണ്ടെങ്കിലും അതൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ ഒരു കേഡർ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയശീലമുള്ള തനിക്ക് BJP വഴങ്ങും എന്നതാണോ ഇനി മധു കരുതിയിട്ടുണ്ടാവുക? രണ്ടിടത്തും ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് മധു പറയുന്നത്. പക്ഷെ മധുവിനെ ഈ BJPയിലേക്ക് കൊണ്ടുപോയത് ഇതൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് മധു ആ BJP എന്ന പാർട്ടിയിലേക്ക് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് പോലെ എൻ്റെ മുല്ലശ്ശേരി കുടുംബം ഒരു വലിയ നായർ തറവാടാണ്, മുല്ലശ്ശേരി കുടുംബം എന്ന നായർ തറവാടാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചേരുക ആ സാമൂഹിക രാഷ്ട്രീയ സമവാക്യമാണെന്ന് മധു മുല്ലശ്ശേരി കരുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ CPM ആഴത്തിൽ പരിശോധിക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പോലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്ര ആശയധാരയിൽ വ്യക്തതയുണ്ടാവാതിരിക്കുകയും അതിനെ പ്രാണവായു പോലെ ഒരു ശ്വാസം പോലെ ബുദ്ധില്ലാതൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഒരു രാഷ്ട്രീയ ആശയത്തിൽ, ഒരു കേഡർ പാർട്ടിയുടെ രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുക? അതെപ്പോഴും നിങ്ങളൊരു മത്സ്യത്തെ പോലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെ പോലെയാണ് നിങ്ങൾ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അത് BJPയിലാണെങ്കിൽ അങ്ങനെ, അവിടെ സാംസ്കാരിക ദേശീയതയാണ്. അത് CPMയിലാണെങ്കിൽ അത് വർഗസമരവും വർഗീയതയ്ക്കെതിരെയുള്ള സീറോ ടോളറൻസുമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. അത് ഒരു മത്സ്യത്തിലെ, ഒരു ജലത്തിലെ മത്സ്യം പോലെ തന്നെ നിങ്ങൾക്ക് ശീലിക്കേണ്ട ഒന്നാണ്. അപ്പോൾ 42 വർഷമായി മധു മുല്ലശ്ശേരി എന്താണ് ശീലിച്ചത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത്ഭുതപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ പ്രത്യയശാസ്ത്ര ബോധ്യമില്ലാതെ നിൽക്കുന്ന ഒരാൾ ആണ് ഏരിയ സെക്രട്ടറി ആയിരുന്നതെന്ന ബോധ്യം ഒന്ന് പാർട്ടിയിൽ നിങ്ങൾ സ്റ്റഡി ക്ലാസ് 1ാം റാങ്കിൽ പാസ്സാവണം എന്നില്ല ഏരിയ സെക്രട്ടറി ആവാൻ. അവിടെ സംഘാടക ശേഷി ഉണ്ടാവും, ഒപ്പം നിങ്ങളുടെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, മിനിമം ധാരണയുണ്ടെന്ന് കരുതുകയല്ലേ സ്മൃതി? തീരുമാനമാണ് ഒരു ജില്ലാ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളെടുക്കുന്ന തീരുമാനമല്ലല്ലോ. അപ്പം ആ തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ മികച്ച സംഘാടകനാകുമ്പോൾ ആ കമ്മിറ്റിയിൽ ഒരു പാനൽ അംഗീകരിക്കുന്നു, അയാൾ അവിടേക്ക് വരുന്നു, അയാൾ പാർട്ടി പറയുന്ന അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നു. പാർട്ടി നേതൃസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത സംഘാടന മികവ് മാത്രമല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞത് അവിടെ നിങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഏരിയ സെക്രട്ടറി ആവുന്നത് എങ്ങനെ? 42 വർഷമായിട്ട് അയാൾ ഏരിയ സെക്രട്ടറിയാണ് ആയിരിക്കുന്നത്. അയാൾ അതിന് മുകളിലേക്കുള്ള പദവിയിൽ വരാത്തതിന് സ്വാഭാവികമായ കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്നേ വരെ മധു മുല്ലശ്ശേരിയെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടോ? മധു മുല്ലശ്ശേരി ഒരു ടെലിവിഷൻ ചർച്ചയെ കണ്ടിട്ടുണ്ടോ? കാരണം എന്താ? അത്രയും കാര്യങ്ങൾ പറയാനുള്ള പ്രത്യയശാസ്ത്ര ബോധ്യം അയാൾക്കില്ല എന്നുള്ളത് ഒരുപക്ഷെ അംഗങ്ങൾക്ക് ഉറപ്പുണ്ടാവും. പക്ഷേ അയാൾ ആ പാർട്ടിയോട് പുലർത്തുന്ന, സംഘടനയോട് പുലർത്തുന്ന ഒരു കുറിവുണ്ടല്ലോ, ആ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ അയാൾ നിന്നിട്ടുണ്ടാവാം. ആ സംഘടനാ ചട്ടക്കൂടിൽ നിന്നതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ ഇത്രയും കാലം അവിടെ തുടർന്നത്. അവിടുത്തെ നേതാക്കളെ അയാളെ പിന്തുണച്ചതും അതുകൊണ്ടായിരിക്കുമല്ലോ.
അതുകൊണ്ടാണ് അയാൾ തുടർച്ചയായി 2 വർഷം ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും. അതുകൊണ്ട് CPM ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയം നേരത്തെ സൂചിപ്പിച്ച വളരെ എളുപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ നിന്ന് BJPയുടെ രാഷ്ട്രീയ ധാരയിലേക്ക് മാറാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് ത്രിപുരയുടെ, വെസ്റ്റ് ബംഗാളിൻ്റെ സൂചകമാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരളത്തിലും അത് സാധ്യമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് വിമർശിക്കാനുള്ള കാര്യമുണ്ടോ? കോൺഗ്രസിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തെ ഭരിച്ച 3 പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കൾ ഇപ്പോൾ ഇരിക്കുന്നത് BJPയിലാണ്. ഒന്ന് മോഹൻ ശങ്കർ, R ശങ്കറുടെ മകനാണ്. 2006 കൊടുങ്ങല്ലൂരിൽ നിന്ന് താമര അടയാളത്തിൽ വിജയിച്ചു വന്നയാളാണ് മോഹൻ ശങ്കർ. മറ്റൊന്ന് നമ്മുടെ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകനാണ്. മറ്റൊന്ന് ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ളവർ തന്നെ BJPയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി CPMൽ നിന്ന് മാറിയ ആളുകളുടെ ചരിത്രമോ, CPMൽ നിന്ന് മാറിയതും BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPMലേക്ക് വന്നിരിക്കുന്നവരുടെയുമായ ചരിത്രവും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ 2ാം നിര നേതൃത്വത്തിൻ്റെ ചരിത്രവും കൂടി എടുക്കണം. രാമൻ പിള്ള ഇപ്പോൾ BJPയിലേക്ക് പോയി, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പ്രമീള ദേവി BJPയിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന്, എവിടെയാണെന്ന് ഒരു പിടിയും ആർക്കുമില്ല. KS രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, അവിടെ അദ്ദേഹമുണ്ട്. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടി അവിടെ പാർട്ടി പൊസിഷൻ ഹോൾഡ് ചെയ്തു. അബ്ദുള്ള കുട്ടി CPMൽ മത്സരിച്ചു, നരേന്ദ്രമോദിയെ വിമർശിച്ചതിന് പാർട്ടി പുറത്താക്കി, കോൺഗ്രസിലെത്തി, കോൺഗ്രസിൽ നിന്ന് വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കി BJP ക്യാമ്പിലെത്തി. അപ്പോൾ ഈ അൽഫോൺസ് കണ്ണന്താനം CPMൽ നിന്ന് BJPയിലേക്ക് എത്തി, കേന്ദ്രമന്ത്രിയാക്കി, അദ്ദേഹത്തെ മത്സരിപ്പിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം എവിടെയാണെന്ന് നമുക്ക് നിശ്ചയില്ല. ആ അർത്ഥത്തിൽ അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പാർട്ടി മാറ്റങ്ങൾ സ്വാഭാവികം. ഇനി കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്നവരുണ്ട്. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന ഒരു നേതാവ് ഇപ്പോൾ പ്രശാന്ത്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ്. KP അനിൽകുമാർ KPCCയുടെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് തലപ്പത്ത് നിർത്തിയിട്ടുണ്ട്. മറ്റൊരു നേതാവ് റോസക്കുട്ടി, ലതിക സുഭാഷിന് കേരള വനം വികസന കോർപ്പറേഷൻ വനം വികസന കോർപ്പറേഷന്റെ ചുമതല നൽകിയിട്ടുണ്ട്. അപ്പോൾ അർഹമായ 10 വർഷം BJP രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് വന്നയാളാണ് പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന OK വാസു എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ഏരിയ സെക്രട്ടറിക്ക് BJPയിലേക്ക്, അതും പാർട്ടി ജില്ലാ സെക്രട്ടറിയോടുള്ള വിയോജിപ്പ് മൂലം പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ ഒരു വിയോജിപ്പുമില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് നരേന്ദ്രമോദി ഇഷ്ടമാണോ? എല്ലാവരും പറയുന്നൊരു ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സിംഗിൾ ക്യാപ്സ്യൂളാണ്. BJPയിലേക്ക് പോകാൻ എന്താ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? മോദിയുടെ ലീഡർഷിപ്പ് എന്നുള്ളതാണ്. മോദിയുടെ ലീഡർഷിപ്പിനുള്ള ജനപിന്തുണ കുറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വാരണാസിയിൽ ഭൂരിപക്ഷം കുറയുകയും ഈ ഒരു ശക്തമായ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ മോദിയുടെ ലീഡർഷിപ്പിലാണ് അദ്ദേഹം പോകുന്നത്. വികസനം എന്ന വിഷയത്തിൽ ഊന്നി പോകുമ്പോൾ പിന്നെ മറ്റേതിൽ മറുപടി പറയണ്ടല്ലോ. നിങ്ങൾ നാട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, ഇത് CPM നേരത്തെ തന്നെ കോംപ്രമൈസ് ചെയ്തതാണ്. നാടിൻ്റെ മുതലാളിത്ത വികസനത്തിലൂടെ മാത്രമേ നാടിന് രക്ഷയുള്ളൂ എന്നുള്ളത് പാർട്ടിക്ക് തത്വത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അംഗീകരിക്കേണ്ടി വന്ന ഒരു ആശയമാണ്. എന്നാൽ ഇപ്പോഴും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അഥവാ BJP മൈനസ് ഹിന്ദുത്വ മൈനസ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഈസ് ഈക്വൽ ടു CPM എന്നുള്ളതാണ് എൻ്റെ ഫോർമുല. നിങ്ങൾ ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് നിങ്ങൾ ഹിന്ദുത്വത്തെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവശേഷിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരിക്കും. ആ ഇന്റർനാഷണൽ കോൺഗ്രസും CPMും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം. ആ ഹിന്ദുത്വം നിൽക്കുമ്പോഴാണ് അതൊരു BJP ആവുന്നത്. അതൊരു ഹിന്ദുത്വം എടുത്തു മാറ്റിയാൽ സാമ്പത്തിക ആശയങ്ങളിൽ കോൺഗ്രസും BJPയും ഒരേ പാലത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഒരു പരിധിവരെ CPMനും ഇന്ത്യയുടെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ മറ്റു വഴികളില്ലാത്ത വിധം നിൽക്കുന്നു. ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ മാത്രമാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ്. അപ്പോൾ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ മധു മുല്ലശ്ശേരിയുടെ പോക്ക് അദ്ദേഹം അതിനുള്ളിലിരുന്ന് വഴി വെട്ടിയിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വഴി വെട്ടിയിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹം പാനൽ കൊടുത്തു, ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ പരിഗണിക്കുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ വിയോജിപ്പ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജലീലിൻ്റെ പേര് മംഗലപുരത്ത് മറ്റംഗങ്ങൾ ഉന്നയിച്ചു. അവിടെ ഭൂരിപക്ഷം കിട്ടിയ ആളെ ഏരിയ സെക്രട്ടറി ആക്കുന്നു. അത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ അംഗീകരിക്കാനുള്ള ബാധ്യത മധു മുല്ലശ്ശേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ വിജയിക്കുമെന്ന് അവസാനം വരെ കരുതി തൻ്റെ പാനൽ അംഗീകരിക്കുമെന്ന് കരുതിയ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടിറങ്ങിയപ്പോൾ ബിജുയെ കുറ്റം പറയുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആരാധകനായി മാറുന്നു, BJPയിലേക്ക് പോകുന്നു. അതുകൊണ്ട് വഴിയൊന്നും അദ്ദേഹം വിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPMൽ ഇരുന്നുകൊണ്ട് അങ്ങനെ വഴി വിട്ടുക അത്ര എളുപ്പവുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Meet the editors.